നമ്മൾ ഉണ്ടാക്കുന്നത് വറുത്തരച്ച നാടൻ ചിക്കൻ കറിയാണ്. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സവാള 2 എണ്ണം മീഡിയം സൈസ് ചെറുതാക്കി അരിഞ്ഞത്, കറിവേപ്പില കുറച്ച്, തക്കാളി 1 എണ്ണം ചെറുതാക്കി അരിഞ്ഞത്, ഒരു 3 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ. 1 കിലോ ചിക്കനാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് ഗരം മസാലപ്പൊടി, ഉപ്പ് പാകത്തിന്, പിന്നെ വെളിച്ചെണ്ണ. കറിയിൽ വറുക്കാൻ ആവശ്യമുള്ള തേങ്ങയാണിത്. ഈ കപ്പിന് ഒരു 1.5 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുത്തുള്ളതാണ്, അപ്പോൾ നമുക്കത് വേഗം വറുത്തെടുക്കാൻ പറ്റും. പിന്നെ വേണ്ടത് പെരിഞ്ജീരകം 1 ടീസ്പൂൺ, കുറച്ച് വേപ്പില, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ താളിക്കാൻ ആവശ്യമായ 10 ചുവന്നുള്ളി ഉണ്ട്, അത് ചെറുതാക്കി അരിഞ്ഞത്, പിന്നെ കുറച്ച് കറിവേപ്പില. പിന്നെ നമുക്ക് വേണ്ടത് കറി വയ്ക്കാനുള്ള ഒരു പാത്രമാണ്. ഈ കറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് വഴറ്റാതെ വെക്കുന്ന ചിക്കൻ കറിയാണ്. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ ആ പാത്രത്തിൽ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ സവോള, വേപ്പില, തക്കാളി ഇതെല്ലാം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പ് പാകത്തിന്, 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി നമുക്കിത് കൈ കൊണ്ട് നന്നായി കുഴച്ചു കൊടുക്കാം. ചിക്കനിലെല്ലാം മസാല പിടിക്കാൻ വേണ്ടി നന്നായി കുഴച്ചു കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് വയ്ക്കാം. തേങ്ങ വറുക്കാൻ ആവശ്യമുള്ള ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. തേങ്ങ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് ചുവന്നുള്ളി കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ വറുത്തെടുക്കാം. കറിക്ക് നല്ലൊരു കളർ കിട്ടാനാണ് തേങ്ങയിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുള്ളത്. നമ്മളുടെ തേങ്ങ ഏകദേശം വറവായിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി ഓഫ് ചെയ്യാം. ഇത് ഇരുമ്പിൻ്റെ ചട്ടിയാണ്, അപ്പോൾ ആ ചട്ടിക്ക് നല്ല ചൂടുണ്ടാവും. അപ്പോൾ ബാക്കി ഞാൻ ചട്ടിയിലിരുന്ന് ഒന്നും കൂടി മൊരിഞ്ഞോളും. നമുക്കൊന്നും കൂടി ഇളക്കി കൊടുക്കണം. ഇനി തേങ്ങ ചൂടാറിയിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇനി നമുക്കത് വെള്ളമൊഴിച്ച് വേവിക്കാൻ വയ്ക്കാം. ഒരു അരമണിക്കൂർ വേവിക്കേണ്ടി വരും. കാരണം കുക്കറിലല്ലല്ലോ വേവിക്കുന്നത്. നമ്മൾ ഈ പാത്രത്തിൽ വെച്ച് വേവിക്കുന്നതുകൊണ്ട് ഒരു അരമണിക്കൂർ വേവിക്കേണ്ടി വരും. ഇനി നമുക്കത് മൂടി വെച്ച് ഫ്ലെയിം ഓണാക്കാം. ഇനി നമ്മുടെ കറി ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ചിക്കൻ വെന്തിട്ടില്ല, കുറച്ച് സമയം കൂടി വയ്ക്കാം. ഇനി നമ്മുടെ കറി താളിക്കാൻ ആവശ്യമുള്ള ഉള്ളി നമുക്ക് താളിച്ചെടുക്കാം. ചട്ടി ചൂടായി കഴിഞ്ഞാൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ കറിയിൽ അധികം എണ്ണയൊന്നും ഒഴിക്കാത്തതുകൊണ്ട് കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിക്കണം താളിക്കാൻ. നല്ല കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇവിടെ ഉള്ളി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫാക്കാം. നമ്മുടെ ചിക്കൻ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്തരച്ച തേങ്ങ ഇതിലേക്ക് ഒഴിക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കുക. കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം. എരിവ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മുളക് പൊടി കൂട്ടുക കുറയ്ക്കുക ചെയ്യാം. ഇനി നമുക്ക് താളിച്ച് വെച്ച ഉള്ളി കറിയിലേക്ക് ഒഴിക്കാം. നമുക്ക് തീ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മൾ വറുത്തരച്ച നാടൻ ചിക്കൻ കറി റെഡിയായി. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. പത്തിരിക്ക് നല്ല കോമ്പിനേഷനാണ്.